ഭാരതത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നു. ചിലപ്പോൾ അവൻ ജനിക്കുന്നത് വിശ്വാസം കൊണ്ടൊരു ക്രിസ്ത്യാനിയായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇസ്ലാമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബുദ്ധിസ്റ്റോ സിക്കോ ആയിട്ടായിരിക്കാം. പക്ഷേ നമ്മുടെ നാടിന്, ഭാരതം എന്ന് പറയുന്ന നാടിന് ഒരു പൈതൃകമുണ്ട്, ഒരു സംസ്കാരമുണ്ട്. എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും കരുതുന്ന, എല്ലാവരെയും ആ ദൈവ ചൈതന്യത്തിൽ കാണുന്ന ആ ഒരു അഹിംസയുടെ ഒരു സിദ്ധാന്തമാണ് ഭാരത സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസ പ്രമാണങ്ങൾ എന്താണെങ്കിലും ആ ഒരു സംസ്കാരത്തിലേക്ക്, ഭാരതത്തിൻ്റെ തനതായ സംസ്കാരത്തിലേക്ക് ആ ഒരു കുഞ്ഞിനെ കൊണ്ടുവരുന്ന ആ ഒരു സനാതന ധർമ്മമാണ് ഈ ഹിന്ദുത്വം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തി ആ ഒരു സനാതന ധർമ്മത്തിൻ്റെ മൂല്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ സർവ്വചരാചരങ്ങളെയും ബന്ധുവായി കാണാൻ പറ്റത്തുള്ളൂ. നാനാത്വത്തിൽ ഏകത്വം. ഈ കാണുന്ന തമോ ഗുണ, രജോ ഗുണ, സത്വ ഗുണങ്ങളെല്ലാം പ്രപഞ്ചത്തിലുമുണ്ട്, എന്നിലുമുണ്ട്. അതെ. ഇനി ജനിക്കാൻ പോകുന്ന കുട്ടിയിലുമുണ്ട്. അതെ. അത് വകതിരിച്ച് നേർവഴി കാണിച്ചാൽ മാത്രമേ ഈ സനാതന ബോധം ഉദിക്കൂ. ഏത് ഫലത്തിൻ്റെയും ഉള്ളിലൊരു വിത്തുണ്ട്. ആ വിത്ത് കാണിച്ചു കൊടുക്കുന്ന ഒരു തത്വമാണ് തത്വമസി. ശബരിമല ഉള്ള ഒരു ഇത് പറയുന്നത്, പൊന്നമ്പലമേട്ടിൽ ജ്യോതി തെളിഞ്ഞു. ഭാരത മക്കൾ ആ തത്വം വിലയിരുത്തുക. ഇവൻ്റെ പൊന്നമ്പലമേട്ടിൽ, അവിടെയാണ് ശരിക്കും ആ ജ്യോതി ഉണ്ടാകേണ്ടത്. അതെ, അവിടെ തെളിഞ്ഞത് ഇവിടെ എത്തണ്ടേ? ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഖജനാവ് അന്തരംഗമാണേ. അകത്ത് ഈശ്വരൻ ഇരിപ്പുണ്ടേ. അതിനെ മറച്ചു പിടിച്ച് നമ്മെ മനോവാസനകളും തെറ്റിദ്ധാരണകളും ഭേദചിന്തകളും അനാവശ്യ ചിന്തകളും അടിഞ്ഞു കൂടിയത് കൊണ്ട് എന്നിലെ താതന ഞാൻ കണ്ടില്ല, എന്നിലെ ജ്യോതി ഞാൻ കണ്ടില്ല, ജ്ഞാനം കണ്ടില്ല, അജ്ഞാനത്തിന് അടിമയായി. ഒരു ശരിയായ ഒരു ഗുരു അടിമയാക്കാനല്ല, തന്നേക്കാൾ ഉയരങ്ങളിൽ പറത്തിവിടുന്നവനാണ് ഗുരു. ശരിയായ ഗുരു അതാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് രാമകൃഷ്ണ പരമഹംസർ. അദ്ദേഹം പുറം ലോകമൊന്നും പോയിട്ടില്ല. ലോകപ്രശസ്തരായ ഒരു ശിഷ്യൻ ഉദിച്ചുയർന്നു. ദൈവനിഷേധിയായ നരേന്ദ്രനെ വിവേകാനന്ദനാക്കി. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അവനെ കൈപിടിച്ച് ഉയർത്തി അവനിൽ സത്യം വിളമ്പിക്കൊടുത്തപ്പോൾ അവൻ്റെ ഖജനാവ് നിറഞ്ഞു. ആ ഖജനാവും കൊണ്ട് വേച്ച് അമേരിക്കയിൽ ചെന്ന് അവൻ്റെ ഗുരുവിനെയും അവൻ്റെ ദൈവത്തെയും അവൻ്റെ സംസ്കാരത്തെയും അവൻ്റെ ദേശത്തെയും ഒരു കാലവും നശിക്കാത്ത ആ പ്രസംഗം സരസ്വതി ഉള്ളിൽ വിളങ്ങി. അത് എനിക്കും താങ്കൾക്കും ഇനി ജനിക്കാൻ പോകുന്ന ഭാരത മക്കൾക്കും എന്നും ഒരു അഭിമാനം തന്നെ, അഭിമാനമാണ്, പ്രചോദനമാണ്. ഉദ്ദിഷ്ടത, ജാഗ്രത. ആത്മഹത്യ ചെയ്യാനോ ആഭരണ നോവിക്കാനോ അല്ല ഒരു സന്തതി ജനിച്ചത്. അവൻ മൃഗത്വത്തിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് ഉണർന്ന് അവനിൽ ഈശ്വരത്വം ഉദിക്കുന്നതിന് വേണ്ടി അവൻ പരിശ്രമിച്ചാൽ അവനിൽ തന്നെ മാറ്റം വരും.